നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോയാൽ, കോഴിക്കോട് ജില്ല UDF ഏറെക്കുറെ ക്ലീൻ സ്വീപ്പ് പറഞ്ഞ ഒരു ജില്ലയാണ്. അതായത് മൊത്തം കൂടെ തൂത്തുവാരി കോഴിക്കോട് ജില്ലയെ കോൺഗ്രസ്സുകാർ സ്വന്തമാക്കും, അല്ലെങ്കിൽ UDF സ്വന്തമാക്കും എന്ന് പറഞ്ഞൊരു ജില്ല. അതിന് ചില കാരണങ്ങൾ ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഏറ്റവും സമാദരണീയനായ MPയും ചിലരൊക്കെ അദ്ദേഹത്തെ അസൂയ പൂണ്ടിട്ട് ഹെഡ്മാഷ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഹെഡ്മാഷ് പദവി കിട്ടിയത് എന്ന് ഏറെക്കുറെ പൊതുജനത്തിന് അറിയാം. അപ്പം ആ ഷാഫി പറമ്പിൽ ഒരു നാടകം കളിച്ച, മൂക്കിന്റെ പാലം ഒടിച്ചു കളഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് പേരാമ്പ്ര. പിന്നെ അതിന്റെ പിൻബലത്തിൽ കോഴിക്കോട് ജില്ല ഇങ്ങ് തൂത്തുവാരിയെടുക്കാം, ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ ഒപ്പം കൂട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് എന്ന് ചിന്തിച്ച് ആകപ്പാടെ എന്താ പറയാ, ഒരു അമിതാത്മവിശ്വാസത്തിന്റെ മേലെയാണ് UDFന്റെ ഓരോ പ്രതിനിധികളും അല്ലെങ്കിൽ ഓരോ പ്രവർത്തകരും എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പേരാമ്പ്രയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. നുർബിന റഷീദ് അടക്കമുള്ളവർ ഈ ഫാത്തിമ തഹ്ലിയെ മത്സരിപ്പിക്കുന്നതിനെതിരായി, കാരണം പാണക്കാട് നിരന്തരം കയറി ഇറങ്ങിയാണ് ഫാത്തിമ തഹ്ലിയ ഇങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു എന്നുള്ള ഒരു പരാതി വനിതാ ലീഗിൽ നിന്ന് അതിശക്തമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ ആരോപണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവരോധിച്ചത്. നമുക്കറിയാം, ആ സമയത്ത് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മതത്തെ വേണ്ടും വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരാൾ തന്നെയാണ് ഫാത്തിമ. അതിനിപ്പോ പാണക്കാട് കിട്ടിയിരുന്ന ഉപദേശമാണോ, ഇനി അതല്ല ഷാഫി KM ഷാജി എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കിട്ടിയ ഉപദേശമാണോ എന്നൊന്നും അറിയില്ല. കൃത്യമായി മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഫാത്തിമ തഹ്ലിയയ്ക്ക് വല്ലാതെ ഓവർ കോൺഫിഡൻസ് നൽകിയ ചില കാര്യങ്ങളാണ്. ഇത് കൂടാതെ അവിടെ ചില നാടകങ്ങൾ കളിച്ചിരുന്നു. പേരാമ്പ്രയിലെ ഏതോ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവിടുത്തെ വിറകുപുര കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഇവരെ എന്താ പറയാ, ഇവിടെ അതിദാരിദ്ര്യ മുക്തമാക്കിയ കേരളത്തിലെ പൊതുജനത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ കുറെ വിമർശിച്ചു, പിണറായി വിജയനെ കുറെ വിമർശിച്ചു, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്നുള്ള പേരിൽ കേരളത്തെ കുറേയധികം വിമർശിച്ചു. എന്നിട്ടാണ് കേരളത്തിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് എന്നൊക്കെയാണ് ഈ പറയുന്ന സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങളെല്ലാം, വികസന നയരേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെറും ഫൗളാണ് എന്ന് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. വിറകുപുര കാണിച്ചിട്ട് ഇതാണ് അവർ താമസിക്കുന്ന വീട്, ഇതവർ അടുക്കളയാണ് എന്നടക്കമുള്ള വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് അതിപ്രശസ്തയാവാനായിട്ട് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന അവിടുത്തെ വനിതാ നേതാവ് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഉൾട്ടയടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആകപ്പാട് തകിടം മറിയുക എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ തകിടം മറിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വെള്ളിമാട് കുന്ന് JTD ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ് റൂം തുറന്നു എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയയും ഒപ്പം പ്രവീൺ കുമാർ അടക്കമുള്ള അവിടുത്തെ ഉന്നതനായ കോൺഗ്രസ് നേതാക്കളടക്കം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാന വിവാദം. ആ സ്ട്രോങ് റൂം തുറന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ സ്ട്രോങ് റൂമിനകത്ത് കയറിയിട്ട് ഈ വോട്ട് ചെയ്തിരിക്കുന്ന വോട്ടിൽ തിരിമറി നടത്തുക എന്നുള്ളതാണ് അത്രേ അവരുടെ ലക്ഷ്യം. അപ്പൊ LDF പരാജയം ഉറപ്പിച്ചിട്ട് വോട്ടിങ്ങിൽ തിരിമറി നടത്തുക. ചേട്ടാ, ഈ പേരാമ്പ്ര പോലെ ഒരു മണ്ഡലം മാത്രമേ കിട്ടിയുള്ളൂ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വോട്ട് തിരിമറി നടത്താൻ? പേരാമ്പ്ര പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ പലതുമുണ്ട്. എന്തിനേറെ പറയാൻ, പറവൂരിൽ VD സതീശന്റെ മണ്ഡലത്തിൽ പോയിട്ട് ഈ പരിപാടി കാണിച്ചാൽ പോരെ? അവിടുത്തെ സ്ട്രോങ് റൂം തുറന്നിട്ട് അവിടെ വോട്ടിങ്ങിൽ തിരിമറി കാണിച്ചാൽ പോരെ? ഇനി അതല്ല, K മുരളീധരൻ മത്സരിച്ച വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പോയിട്ട് അവിടുത്തെ സ്ട്രോങ് റൂമിൽ കയറി വോട്ടിംഗ് തിരിമറി കാണിച്ചാൽ പോരെ? ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി UDF-നെ അല്ലെങ്കിൽ DP രാമകൃഷ്ണനെ പോലെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലെന്നേ. പിന്നെന്തിനാണ് ഫാത്തിമ തഹ്ലിയെ ഇങ്ങനെ അവിടുത്തെ വോട്ടിൽ തിരിമറി കാണിക്കുന്നത്? പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട് CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച്. മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളില്ലേ, അവിടെ പോയി തിരിമറി കാട്ടിയാൽ പോരെ? അല്ലെങ്കിൽ പയ്യന്നൂർ V കുഞ്ഞികൃഷ്ണനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വോട്ടിങ്ങിൽ തിരിമറി കാണിക്കാമല്ലോ. കോഴിക്കോട് അല്ലെങ്കിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ വിജയിപ്പിക്കാനും PV അൻവറിനെ പരാജയപ്പെടുത്താനും വേണ്ടി അവിടെ വോട്ടിങ്ങിൽ തിരിമറി കാണിക്കാമല്ലോ. അതിന് പകരം ഈ TP രാമകൃഷ്ണനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനു തിരിമറി കാണിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഇതിനെക്കുറിച്ച് തഹ്ലിയ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരാളെ ഈ കാര്യം വിളിച്ചു പറയുന്നത് 8 മണിക്കാണ് അത്രേ.
ഫോണിൽ വ്യക്തതയില്ല എങ്കിൽ തന്നെയും പറയുന്നത് അവരുടെ ഏതോ ഒരു ഏജന്റിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ 9 മണിക്ക് സ്ട്രോങ് റൂം തുറക്കാൻ പോകുന്നു എന്നുള്ള വിവരം 8 മണിക്ക് വിളിച്ച് പറയുന്നു. എന്നാൽ ഈ വിവരം ഇവരറിയിക്കുന്നു. അതിനുശേഷം അത് ഞങ്ങൾക്ക് കാരണം കാണിക്കുന്നതിന് മെയിൽ പോലും വന്നിട്ടില്ല, നേരെ ചൊവ്വ ഇതിന്റെ ഒരു പ്രൊസീജിയർ പാലിച്ചിട്ടില്ല, പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തഹ്ലിയ പറയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് 11 മണിയായപ്പോൾ ഒരു മെയിൽ നൽകിയിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഫോൺ വിളിച്ചു എന്ന് പറയുന്നത് 8 മണിക്കാണ്, 9 മണിക്ക് തുറക്കും എന്ന് പറയുന്നു. പക്ഷെ ആ 9 മണിക്കും സ്ട്രോങ് റൂം അല്ല, മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ റൂം തുറക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ 11 മണിക്ക് വീണ്ടും മെയിലായിട്ട് അയക്കുന്നു. അപ്പൊ മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു തെളിവാണല്ലോ എപ്പോഴും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് ആക്സസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അപ്പം ആ മെയില് അയക്കണം. ആ മെയിൽ തന്നെ നമ്മൾ സെൻഡ് ഐറ്റംസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടിയ ആൾക്ക് അത് അവിടെ തന്നെ ഉണ്ടാവും, അവരുടെ ഇൻബോക്സിൽ തന്നെ ആ മെയിൽ അവിടെ കിടക്കും. ഇനി അതിൽ അവരുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എടുക്കാൻ മാർഗങ്ങളുണ്ട്, ജിമെയിൽ അല്ലേ. അപ്പൊ മെയിൽ അയച്ചത് 11 മണിക്ക് മെയിൽ അയക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 8 മണിക്ക് തഹ്ലിയെ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ ധരിപ്പിച്ചിരുന്നു ഞങ്ങൾ സ്ട്രോങ് റൂം തുറക്കുന്നു. സ്ട്രോങ് റൂം അല്ല, മെറ്റീരിയൽ റൂമാണ് തുറക്കുന്നത്. സ്ട്രോങ് റൂം അങ്ങനെ തുറക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അത് തുറക്കുമെന്ന് അറിയിച്ചു. എന്നിട്ട് 11 മണിയായപ്പോൾ മെയിൽ കൊടുത്തു. അതിന്റെ അർത്ഥം 9 മണി എന്ന് പറഞ്ഞിട്ടും 11 മണിയായിട്ടും അവർ ആ മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല. അതിനുശേഷം 11:30 ആയപ്പോൾ അതേ പറയുന്ന തഹ്ലിയയുടെ ഭർത്താവായ ഷഹസാദ് അവിടെ എത്തിയിരുന്നു. അതായത് JTD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരുന്നു വെള്ളിമാടുകുന്ന്. അതിനുശേഷം അവരുടെ എല്ലാ രേഖകളിലും താൻ സാക്ഷിയായി നിന്നുകൊണ്ടാണ് ഈ മെറ്റീരിയൽ റൂം തുറക്കുന്നത് എന്നുള്ള രേഖകളിൽ ഈ പറയുന്ന ഷഹസാദ് ഒപ്പിട്ടിരുന്നു. അതിന്റെ രേഖകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടി തന്നെ 11:30 തന്നെയാണ് ആ മെറ്റീരിയൽ റൂം തുറക്കുന്നത്. എന്നാൽ ഇതിനെ തുടർന്നുണ്ടായ ഒരു നീക്കവും ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ UDFന്റെ ജില്ലാ നേതൃത്വവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതും വലിയ വിഷയമാണ്. തന്നെയുമല്ല, ഈ ഫാത്തിമ തഹ്ലിയ പല കാര്യങ്ങളും അവിടുത്തെ UDF പ്രതിനിധികളുമായി ചേർന്ന് കൂടിയാലോചിക്കാതെയാണ് പലപ്പോഴും പല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന അടക്കമുള്ള വലിയൊരു തോതിലുള്ള ഒരു വിമർശനവും ഫാത്തിമയ്ക്കെതിരായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു വിവാദം കത്തിപ്പടർത്താൻ വേണ്ടിയിട്ട്, ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരാജയ ഭീതി മണത്തിട്ട് LDF വലിയ ശക്തമായ രീതിയിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ ഈ രീതിയിൽ വോട്ടിൽ തിരിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. അപ്പോ 8 മണിക്ക് ഫോണിൽ വിളിച്ച് വിവരം പറയുന്നു 9 മണിക്ക് തുറക്കുമെന്ന്. പക്ഷെ അപ്പോൾ പോലും 8 മണിക്ക് എന്തുകൊണ്ടാണ് ഫാത്തിമ തഹ്ലിയ ഏജന്റ് അവിടെ എത്താതിരുന്നത്? എത്തേണ്ടതായിരുന്നില്ലേ? അതുമല്ലെങ്കിൽ ഈ വിവരം കാണിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രവീൺ കുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരോട്, പ്രവീൺ കുമാർ DCC അധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹത്തോടോ അല്ലെങ്കിൽ മറ്റ് ആരോടെങ്കിലുമോ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിയിക്കാതിരുന്നത്? ഇത് അറിയിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം അവർക്കുണ്ട്. അപ്പൊ അത് അറിയിക്കാതിരിക്കുകയും 11 മണിക്ക് മെയിൽ വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ 9 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞ കാര്യം നേരത്തെ അറിയിക്കുകയും വേണം. ഒരുപക്ഷെ അവരുമായി കോണ്ടാക്ട് ചെയ്യുകയോ നിരന്തരം അല്ലെങ്കിൽ അവിടെ എത്തുകയോ ചെയ്യണമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഫാത്തിമ പറയുന്നത് ഈ പറയുന്ന ഷഹസാദ് അവിടെ എത്തുമ്പോഴേക്കും ഈ പറയുന്ന മെറ്റീരിയൽ റൂം തുറക്കുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വെച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് 11:30 അത് തുറക്കുകയും ചെയ്തു. അതിനോടൊപ്പം ഈ ഏജന്റിനെ ഒപ്പം കൂട്ടുകയും ഫാത്തിമ തഹ്ലിയോട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ CC ക്യാമറ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാം എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ ഒരു തിരിമറി നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഫാത്തിമ തഹ്ലിയ ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന്റെ മേൽ കരിവാരി തേക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രചരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മതപരമായ കാര്യങ്ങളെ എടുത്തുയർത്തി കാട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പോലെ. അപ്പം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലത്തിൽ മതം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാരാണ്? ഇതിനെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മതേതരത്വം 1000-1 തവണ ഈ പറയുന്ന മതേതരത്വം വിളമ്പിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസിന്റെ അവിടുത്തെ നേതൃത്വം വ്യക്തമാക്കണം. എന്തിനും മതം അവിടെ ഉപയോഗിച്ചു? പേരാമ്പ്രയിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ലീഗിന് ശക്തമായ കൈകളുണ്ടോ അവിടെ? പേരാമ്പ്രയിൽ ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ മതം ഉപയോഗിച്ച് ഒരുപക്ഷെ KM ഷാജി ആയിരിക്കാം,
കെ.എം. ഷാജി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മതമാണ് 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 പ്രശ്നം എന്ന് പല ആവർത്തി വിളിച്ചു കൂവിയിട്ടുള്ള ഒരാളല്ലേ ഈ കെ.എം. ഷാജി. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ചില ചുറ്റിക്കളികളുണ്ട്. ഒരു പക്ഷേ പേരാമ്പ്ര പോലെ ഒരു മണ്ഡലത്തിൽ താൻ തോറ്റു തുന്നം പാടും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു ചിത്രം ഫാത്തിമ തഹ്ലിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പോ കോഴിക്കോട് ജില്ലയിൽ ക്ലീൻ സ്വീപ്പ് പറഞ്ഞ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ അവലോകനം ചെയ്തു വരുമ്പോൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് കാണിക്കുന്ന വെപ്രാളത്തിൽ നിന്നും എന്തൊക്കെ ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന് എതിരായി ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളതിനെ കുറിച്ച് കൂലങ്കഷമായ ഒരു നുണ ഫാക്ടറി തന്നെ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അവിടെ ഇനി അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇറക്കാൻ വെച്ചിരിക്കുന്ന പല ക്യാപ്സ്യൂളുകളും ഇപ്പൊ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് അവ ഓരോന്നും മെയ് മാസം 4-ാം തീയതി രാവിലെ മുതൽ തന്നെ അമിട്ട് കൊട്ടും പോലെ ഓരോ നുണകൾ കേരളത്തിന്റെ ഓരോ മാധ്യമ പ്രവർത്തകരുടെയും ചെവിയിലോട്ട് ഓതി കൊടുക്കും. ഈ പറയുന്ന ആളുകൾ എല്ലാവരും തന്നെ UDF-ന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ അത് തന്നെ ആയിരിക്കും അതിന്റെ ആദ്യത്തെ അമിട്ട് കൊട്ടി എന്ന് തന്നെ വിചാരിച്ചാൽ മതി ഇവിടെ. അപ്പോ അല്ലാതെ ഈ പറയുന്ന വോട്ടിൽ തിരിമറി നടത്തി ഫാത്തിമ തഹ്ലിയെ പരാജയപ്പെടുത്താൻ മാത്രം ഗതികെട്ട് വരുന്നില്ല ഇടതുപക്ഷക്കാര് അല്ലെങ്കിൽ CPM നേതാക്കന്മാര്. അതാദ്യം ഫാത്തിമ മനസ്സിലാക്കുക. ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമയ്ക്കെതിരായി ലീഗിനകത്തും UDF-നകത്തും ശക്തമായ വികാരം ഉണ്ടെന്നേ അതാദ്യം തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലൊന്നും വീണിട്ടൊന്നും ഇല്ല. ആ UDF-ലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് തന്നെ അല്ല ജില്ലാ നേതൃത്വത്തിന് തന്നെ ശക്തമായ എതിർപ്പുണ്ട്. അത് തുടക്കം മുതൽ തന്നെ ആ എതിർപ്പുണ്ട്. നിങ്ങളുടെ ഒരു പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഫാത്തിമ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നേതൃത്വത്തെ അറിയിക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്നു എന്നുള്ള പേരുദോഷം ഫാത്തിമയ്ക്കുണ്ട്. അത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഫാത്തിമ നല്ലൊരു സ്ഥാനാർത്ഥിയായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ആദ്യത്തെ ഗുണം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രവൃത്തി അതായിരിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്ക് കാണേണ്ടത് ഒരു നിലപാടില്ലായ്മയായിട്ടോ അതല്ലെങ്കിൽ പരാജയ ഭീതി മണത്തുകൊണ്ട് ഒരു നുണ ഫാക്ടറിയിൽ അടിച്ചുവിടുന്ന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളുകളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.